തിരുമ്പിയതൊക്കെ ഉണങ്ങിക്കണാവോ. എന്തിപ്പോ ഇവിടെ വന്നിട്ട് ഫോൺ വിളിക്കണു? മോളല്ലേ പറഞ്ഞു ഓനായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാന്ന്. പിന്നെ ഇപ്പൊ ഇതാർക്കാ വിളിക്കണു? പിന്നെ എന്റെ നാട്ടിൽ നോക്കണുണ്ട്, ഞാൻ പിന്നെ വിളിക്കണ്ട്. ഞാൻ കണ്ടിട്ട് പ്രശ്നമാവണ്ട. ആ ശരി. എന്താ പിന്നെ കണ്ടേക്ക് വേണ്ടന്നെ പോയത്? എന്തെങ്കിലും ചുറ്റിക്കളി നടക്കുന്നുണ്ടോ നോക്കന്നെ വേണല്ലോ. അല്ല, ഇവിടെ ഒന്നും തിന്നാനും കുടിക്കാനൊന്നും ഇല്ലേ? ഉണ്ടാക്കണ ഇങ്ങനെ കാണാം, ഒന്നും കിട്ടണമൊന്നും കാണാനില്ല. നിങ്ങളോടാ ഞാൻ ചോദിക്കണത്, ഒന്നുമില്ല ഇവിടെ തിന്നാനേന്ന്. പക്ഷെ വിശന്നിട്ടാണെങ്കിൽ നിക്കാൻ വയ്യ. എന്താ അണക്കെടുത്ത് ഉണ്ടാക്കി തിന്നാല്? ഞാൻ തന്നെ ഉണ്ടാക്കി തരുന്നത് ഇത്ര നിർബന്ധ? ഒന്നും ഉണ്ടാക്കിയാൽ തിന്നൂടായി. ഇവിടെ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാല്? നിങ്ങൾ എന്തായാലും അടുക്കളയിൽ നിൽക്കല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു വെച്ചിട്ട് ഒന്നും വരാനൊന്നും പോണില്ല. അതെ, എന്റെ ആങ്ങളെ കെട്ടിക്കൊടുന്നിക്കണതേ അണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടല്ല, ഓരോ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെച്ചുണ്ടാക്കി തിന്നാൻ നോക്ക്. ഇവിടെ വെച്ചുണ്ടാക്കിയ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ടല്ല, നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ എന്നെ ഉണ്ടാക്കണം. അതെ, ഇത് ഇന്ത്യയും കൂടി പേരെയാണ്. ഇവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലേ അപ്പൊ ഞാനും കൂടി കുറച്ച് പറയണൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും. ഓ, ആങ്ങളുടെ പെണ്ണുങ്ങളാന്ന് വിചാരിച്ചിട്ട് ഇക്കൊന്നും പറയാൻ പറ്റൂല എന്നൊന്നുമില്ല. വെറുതെ അല്ലടി അന്റെ ഈ സ്വഭാവം കാരണക്കാരൻ ഓന എന്നെ ഇവിടെ കൊടുന്നാക്കിക്കുന്നത്. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ന് ഈ പെരന്റെ ഉള്ളിക്ക് കാലെടുത്ത് കൂട്ടി അന്ന് പോയതാണ് എന്റെ ജീവിതം. ഞാൻ കാരണം ഇവിടെ നിൽക്കണത്. അതെ, നിങ്ങളൊക്കെ തന്നെയാണ് കാരണം. ഇവിടെ വന്നിട്ട് എന്റെ ആങ്ങളിനോട് വശീകരിച്ചെടുത്തല്ലോ. ഇന്നെങ്ങനെ കുറ്റം പറയണ്ട്? നിങ്ങളെങ്ങനെയാണ് ഒരു ചേറ്റ കുടിലിന് ഇങ്ങോട്ട് വന്നിക്കണ്? ഇത് ഇവിടെ വന്നപ്പോ എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടിയപ്പോ ഇന്നൊന്നും വേണ്ടാതായി. ഇപ്പൊ ഇന്ന ഭരിക്കാരായി നിങ്ങളൊക്കെ. എന്റെ ഉമ്മയും വാപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗതി വരൂലായിരുന്നു. എന്താടി ഇവിടെ നേരെ വൈകുന്നേരമായി തുടങ്ങിയല്ലോ നിങ്ങൾക്ക് രണ്ടാക്കും ഇവിടെ ഒച്ചിമ്പുലി? എന്താ പ്രശ്നം? എന്താണ്? ഞാൻ എന്റെ പെണ്ണുങ്ങളോടെ ഇക്ക് ചോറിന് കൂട്ടാണ്ടാക്കി തരാനാ പറഞ്ഞത്. അപ്പൊ ഓൾക്ക് വെജത്ര ഇന്നോടന്നെ ഉണ്ടാക്കാന്. അതിന് എന്റെ പെണ്ണുങ്ങളാണ് ആ തിരക്കും പടി ഉണ്ടാക്കണേ, ഞാനൊന്നല്ല. എന്താണ് ഇവിടെ പ്രശ്നം? ഈ നാലുപുറത്തൊക്കെ ആൾക്കാരുണ്ട്. ഇന്നലെ രണ്ടാൾ സൗണ്ട് മാത്രമേ പേരുള്ളൂ കേൾക്കുള്ളൂ. ഒന്നല്ല ഇക്ക, ഞാൻ ഇവിടെ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഒരു നേരം നിങ്ങളെ പെങ്ങളെ ഇന്നൊന്നും സഹായിക്കണില്ല. ഇപ്പൊ ഓൾക്ക് വേണ്ടേ ഞാൻ ഉണ്ടാക്കി കൊടുക്കണത്ര. എന്താ ഓൾക്ക് ഉണ്ടാക്കി തിന്നാല്? അനക്കൊന്നും എടുത്ത് തിന്നാ പോരെ, ഓളവിടെ പണിയിലല്ലേ. അനക്കിപ്പോ വെച്ചുണ്ടാക്കിട്ട് എന്റെ മുന്നിൽ തന്നെ കൊടുന്നായിരുന്ന. ഓ, എന്റെ പെണ്ണുങ്ങളെ പറഞ്ഞപ്പോ അനക്ക് പൊള്ളിയില്ലേ? ഇപ്പൊ പെങ്ങളൊന്നും വേണ്ട, പെണ്ണുങ്ങൾ മാത്രം മതി. പിന്നെ ഇവിടെ ഞാൻ അയച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് രണ്ടാക്കി നല്ലപോലെ വെച്ചുണ്ടാക്കി തിന്നണമെങ്കിൽ തിന്നോളി. വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആൾക്കാരോട് പറയിപ്പിക്കരുത്. അങ്ങനെയാണ്. ഓ, ഇക്ക ആരെ ഔദാര്യം വേണ്ട. ഞാൻ ആര് ചെലവിലും ജീവിക്കാൻ പോണില്ല. നാളെ മുതൽ ഞാൻ പണിക്ക് പോയിക്കൊണ്ട് എന്നിട്ട് ഞാൻ ഇന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ട്. ഇക്ക് വേണ്ടിട്ട് ആരും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങക്ക് സമാധാനമായല്ലേ അല്ലെ? എന്റെ ആങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ
ഇപ്പൊ ചെലവിന് തരുന്നതും കൂടി ഒരു പ്രശ്നം ഞങ്ങൾക്ക്. ഞാൻ നാളെ മുതൽ എന്തായാലും ജോലിക്ക് പോയിക്കോളാം. ഇനി ആരും അതിന് കിടന്നിട്ട് കഥം പായേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടാളും കൂടി സുഖമായിട്ട് ജീവിക്ക്. ഞാനല്ലോ ഒരു അധികപ്പറ്റി. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്റെ വാപ്പിമ്മ ഉണ്ടായി നിങ്ങൾക്ക് ഈ ഗതി വരൂലല്ലോ. മതി, ഇനി കൂടുതൽ ആരും പറയൊന്നും വേണ്ട. അനക്കൊന്നും അത് വിളമ്പി കൊടുത്താ പോരെ? വെറുതെ ഇജ്ജ് ഓളതിന് ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്. സൗകര്യം ഇല്ല ഉണ്ടാക്കി കൊടുക്കാന്. ഞാൻ ഇവിടെ ഇങ്ങനെ പട്ടോളെ പോലെ ഇങ്ങനെ കിടന്ന് പണിയെടുക്കുക. ഓളിങ്ങനെ ഇരുന്ന് തിന്നലേ നടക്കൂല. അത് ഓളെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് ഞങ്ങളെല്ലാം കെട്ടിക്കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നെ കെട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക്. എന്നോടൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഒരു സമാധാനം കിട്ടട്ടെ. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നന്നു, പെങ്ങളും നന്നു. ഒരു പുന്നാര പെങ്ങളും ഇങ്ങനെ വന്നിക്കണം. ഓൾ എത്ര ദിവസമായി എന്നെ കിടന്ന് ഇങ്ങനെ ഭരിക്കലൊടങ്ങിയിട്ട്. എന്നിട്ട് ഓനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആവൂല്ല. പക്ഷെ ഏട്ടങ്ങാറ് 5 വയ്ക്കണോളെ കൊണ്ട്. ഇവന്തിനും ഇങ്ങനെ വിളിക്കണത്? ഇപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതാവും പ്രശ്നം. കട്ടാക്ക. ഇങ്ങനെ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ വിളിക്കരുത് എന്നുള്ളത്. രാത്രി ഞാൻ കിടക്കുമ്പോ വിളിക്കൂലേ. എന്നിട്ട് നാളെ ഞാൻ ഭദ്രകാളി കണ്ടിട്ട് ഞാൻ ആങ്ങളോട് പോയി പറയാൻ. എന്താ പിന്നെയും വിളിക്കും. ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി വെച്ചാലോ? അല്ല, ഈ ആർക്കും അവിടെ നിന്ന് ഇങ്ങനെ ഫോൺ വിളിച്ചിരുന്നത്? ഇയാണെന്നുണ്ടെങ്കിൽ പറയും ചെയ്യും ഓനൊന്നും വിളിക്കലൊന്നും ഇല്ലാന്ന്. പിന്നെന്താ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചിന്ന്? ഞാൻ ആർക്കെങ്കിലൊക്കെ വിളിക്കും. എന്തിനാ ഈ അറിയേണ്ട ആവശ്യം? ഇതെന്താ ഇവിടെ ഒരു ഫോൺ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ലേ? ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചതാണ്. നീ പറഞ്ഞല്ലോ, അത് മതി. അതിന് ഈ എന്തിനാ ചൂടാവണേ? ഞാൻ നല്ലപോലെ അല്ലേ ചോദിക്കണേ ഈ ആർക്കാണ് വിളിച്ചിരുന്നത് എന്ന്. എന്നെ കണ്ടപ്പോ തന്നെ ഇയാണ് മാറിക്കും ചെയ്തല്ലോ. അതിന് ആര് ചൂടായി? ഞാൻ ചൂടായതൊന്നുമല്ല. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു. അതിനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഇല്ലെന്നല്ല ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എന്റെ എല്ലാ കാര്യത്തിലും ഈ എന്തിനെങ്ങനെ ഇടപെടുന്നത്? ഇങ്ങനെ വന്നിക്കണ്. ആരെ ഫോൺ വിളിക്കണ്, ആരെ എന്താ ചെയ്യണെന്നുള്ളത് നോക്കിങ്ങാണ്ട് ഓള് ഞാൻ നടക്കണ്. ഓൾക്ക് വല്ല ചുറ്റിക്കളി ഉണ്ടോ എന്നുള്ളതൊന്ന് അറിഞ്ഞിട്ടിയാൽ മതി. എന്നൊരു സമാധാനാവും. എന്നാ പിന്നെ ഓന്റെ അഹങ്കാരം ഓള അഹങ്കാരമാണ് തീർന്നു കിട്ടി. എന്നാണോ ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടാൻ തോന്നിയത്? ഓൻ പെണ്ണ് കിട്ടിയ അന്ന് തുടങ്ങിയതാണ്. എന്നപ്പോ ഈ വിരളത്ത് തല്ലും തിരക്കൊക്കെ ഒഴിവാകും. എന്ന് വന്നാലും ഓരോ പ്രശ്നങ്ങളാണ്. ഓളാണെങ്കിൽ മറ്റുള്ളെന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഇങ്ങനെ വർത്താനം പറയും. എങ്ങനെയും പറഞ്ഞിട്ട് ഓളെ മാപ്പിളിനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് കൊണ്ടുപോകണോ ഓര്? ഓളെ ഈ സ്വഭാവം തന്നെ കരാവതി. എന്താണ് ഒറ്റയ്ക്കിരുന്ന് പിച്ചും പോയി പറയണു? ഒന്നുമില്ല, ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പറയാം. നേരം വെളുത്ത് പണിക്ക് പോയൊരു സമാധാനമുണ്ട്. പണി മാറ്റി വന്നു കഴിഞ്ഞാലോ എന്റെ പരാതി കേൾക്കണം, ഓളെ പരാതി കേൾക്കണം. നിങ്ങൾ 2 പെണ്ണുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കണ്? നിങ്ങളെ പെങ്ങൾ തന്നെയാണ് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓള് പറയും ഇജ്ജാണ് എന്ന്. എന്നോട് ചോദിച്ചാ പറയും ഓളാണ് എന്ന്. ഞാൻ ആരുടെ വിശ്വസിക്കേണ്ടത്? എന്തായാലും ആവട്ടെ. നിങ്ങൾ ലാസ്റ്റ് തല്ലും തിരക്കുണ്ടാക്കിയിട്ട് തമ്മിൽ തച്ച് ചാവാതിരുന്നാ മതി. ഞാൻ എന്തായാലേ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഓനൊന്ന് കണ്ട് സംസാരിച്ചോക്കട്ടെ എന്താണ് വിഷയം എന്നുള്ളതൊക്കെ. ഓനോട് ചോദിച്ചോൻ പറയും എന്റെ പെങ്ങളാണ് പ്രശ്നം. ഓളോട് ചോദിച്ചാലോ ഓനാണ് പ്രശ്നം എന്ന് പറയും. 4 ആളെ കണ്ടിട്ടെങ്കിലേ ഓല് തമ്മിലൊന്ന് ചേർക്കാൻ പറ്റുമോക്കട്ടെ. നിങ്ങളെ പെങ്ങള് കാരണം തന്നെ ഇക്കാരം എല്ലാ പ്രശ്നങ്ങളും തുറക്കണ്ടാവുക. കണ്ടോളുണ്ട്. അല്ലാതെ ഞാൻ കാരണം ഒന്നും ആവൂല. പിന്നെ
ഓളുണ്ട് ആ പൊന്തേനൊക്കെ നിന്നിട്ട് പോയിട്ട് ഫോൺ വിളിക്കണ്. പിന്നെ കണ്ടേനോട് കൂടിയിട്ടാണ് മാറിയോളൂ. അത് ഓളെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വിളിച്ചേക്കാരും. ഇതിപ്പോ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കുക. കൂട്ടുകാരത്തിക്കോ? അങ്ങനെ കൂട്ടുകാരത്തിക്ക് ഫോൺ വിളിക്കാണെന്നുണ്ടെങ്കിൽ എന്തിനാ ഇന്നെ കാണുമ്പോത്തിനോട് മാറുന്നത്? പെട്ടെന്ന് ഫോൺ വെക്കലും ഓടലും കഴിഞ്ഞു. ഇതിൽ എന്തൊക്കെയോ ചെറിയൊരു പ്രശ്നം കാണാണ്ട്. ഓളിപ്പോ പേരുള്ളത് പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലല്ലോ. ഓളെ ഫ്രണ്ട്സുകൾക്ക് ആർക്കെങ്കിലും വിളിച്ചതേക്കാരും. അതൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാനൊക്കെ ഉണ്ടോ? ഞാൻ പറയണേന്നുള്ളൂ നിങ്ങൾക്ക് കുഴപ്പം. പിന്നെ അത് മാത്രല്ല, നിങ്ങളെ പെങ്ങള് ചോറൊന്നും വേണ്ടാറുണ്ട് അവിടെ പോയി കിടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചോറിനെ വിളിച്ചുടങ്ങില്ല ഓളെ. എന്നെ കൊണ്ടൊന്നും മെജ്ജോളെ വിളിക്കാനൊന്നും. ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോട് പോയിട്ട് ഇപ്പൊ അതിന്റെ പണിയാ. അതേക്കാരം നല്ലത്. സമയം 9:30 മണിയായിക്കല്ലേ. ഇനിയിപ്പൊ ഞാൻ ചോറിനെ വിളിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. പോയി വിളിച്ചട്ടെ. ചോറ് വെച്ച് കൊടുക്കട്ടെ. എന്താ എനിക്കിവിടെ പണി? നിനക്ക് ചോറ് വേണ്ടേ? ഇക്ക് വേണ്ട ചോറ്. എന്താ പിന്നെന്തിനാ ഇവിടെ നേരെ വെക്കുമ്പോ ഇത് ഒക്കെ ഉണ്ടാക്കി വെച്ചിക്കണ്? ഇന്നൊരാളെ കണ്ടിട്ടാണ് ഇവിടെ ചോറ് വെക്കണത്. ഇക്ക് വേണ്ട, വിശക്കണില്ല. പിന്നെ ഇന്ന് അങ്ങനെ നാളെ മുതൽ അനക്കുള്ള വെച്ച് വെച്ചിണ്ടാക്കുക. അല്ല, അനക്കിപ്പോ ജോലി കിട്ടിയാറില്ല ജി. നാളെ മുതൽ ജോലിക്ക് പോവാന്ന് പറഞ്ഞല്ലേ ജി? അനക്ക് ശരിക്കും ജോലി കിട്ടിക്കണ? ഞാൻ നാളെ മുതൽ ജോലിക്ക് പോവന്നെയാണ്. ഇജ്ജ് ആർക്കെങ്കിലും എന്റെ ഫോൺ വിളിക്കണത്? ഇജ്ജ് ഫോൺ അവിടുന്ന് വിളിക്കുമ്പോ ഓള് കണ്ടിട്ട് ഇജ്ജ് ഓഫാക്കിട്ട് ഇങ്ങനെ കയറി പോന്ന് പറഞ്ഞല്ലോ. കെട്ടിയോൾ അപ്പൊ തന്നെ കൊടുന്ന് തന്നില്ലേ. ഇവിടെ എന്ത് നടക്കണോ അതൊക്കെ എന്റെ ചെവിയിൽ എത്തിക്കോള്. പിന്നെ നിക്കും എന്നോട് ദേഷ്യമില്ല, ഓൾക്കും ദേഷ്യമില്ല. എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോന്ന്? ഓളെ വക്കാലത്തേറ്റ് ഇന്റെ അടുത്തേക്ക് വരണ്ട. ഓൾക്ക് എന്നോട് നല്ല ദേഷ്യമാണ്. നിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇവിടെ നിക്കണേനുള്ള ദേഷ്യമാണ് ഓൾക്ക്. പിന്നെ അതുണ്ടല്ലോ അനക്ക് ഇങ്ങനെ രാത്രി ആയി ഓതി ഓതി തരുന്നുണ്ടാവും എന്നെ പറ്റിയിട്ട്. എന്നിട്ട് ഓൾക്ക് എന്നോട് ദേഷ്യമില്ലാന്ന്. അതിന് ഞാനത് വിശ്വസിക്കണം അല്ലെ? കുറച്ച് പണി ഉണ്ടാവോ വിശ്വസിക്കാൻ? നിങ്ങളെ പണി നോക്കി പോവാ നല്ലത്. ഇന്ന് ഒറ്റക്കൊന്ന് വിട്ടാ മതി. പറയാൻ വരുന്നില്ല. എന്നോട് എന്ത് പറഞ്ഞാലും അതെനിക്ക് പ്രശ്നമാണ്. എന്ത് പറഞ്ഞ പ്രശ്നമാണ്. ഇജ്ജ് എന്താച്ചാ ചെയ്തോട്. അല്ല പിന്നെ പെണ്ണുങ്ങളെ വക്കാലെത്തിയിട്ട് ഇങ്ങനെ വന്നിക്കണു. എനിക്ക് എന്നോട് ദേഷ്യമില്ല. എത്ര ദേഷ്യമില്ലായിട്ട് ഓൾ ഇന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഇടപെടുന്നത്. ഓളാരാ? ഓൾ ഇവിടെ കെട്ടി കൊടുന്നേല്ലോ ഓളെ നിന്നെ ഭരിക്കാൻ വരുന്നോളൂ. താങ്കളുടെ മുന്നിൽ ഓൾക്ക് എന്നോട് ഭയങ്കര സ്നേഹം. എന്തൊക്കെയും മെസ്സേജ് അയക്കണത്. രാത്രി വരുന്നുണ്ടോന്നാണല്ലോ പറയണത്. എന്താപ്പ ഞാൻ പറയാ? വരാൻ പറയാ എന്തായാലും. ഞാൻ നേരത്തെ കിടക്കാം. അതാകുമ്പോ ഇങ്ങനെ വലിയ സംശയമൊന്നും തോന്നൂല. നേരത്തായി തോന്നെ കാണാത്തത്. ഈ ലൈറ്റ് ഇങ്ങനെ ഇട്ടിച്ചിരിക്കുമ്പോ ഓൽക്ക് സംശയം ഉണ്ടാവും. വന്നിട്ട് വേണം കിടക്കാന്. എന്താണെന്ന് എനിക്ക് പറയാനുള്ളത്. ലേറ്റ് ഉണ്ടല്ലോ. കൊച്ചിട്ട് മെസ്സേജ് അയച്ചതല്ല ഞാൻ വരുന്നുണ്ട് എന്നുള്ളത്. ഫോൺ അടിച്ചെടുക്കൂല്ല. നല്ലൊന്ന് വിളിച്ചു നോക്കട്ടെ.
ഓനാണല്ലോ. ഹലോ ഹലോ, ഞാൻ തന്റെ റൂമിന്റെ ഇവിടെ. ആ, എന്റെ വീടിന്റെ എന്റെ റൂമിന്റെ ഇവിടെ ഉണ്ട്. ഇതിന് ഞാൻ ഫോൺ അടിക്കുമ്പോ എടുക്കാത്ത. ഞാനേ പെരന്റെ ബാക്കിക്ക് വരാം. ബാക്കോ? അന്നോട് അങ്ങോട്ട് വായ, ഞാൻ അങ്ങോട്ട് വരാം. വേഗം വായോ. ഓലൊക്കെ കിടന്നിക്കണോ? അതില് ചാര ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞോട്ടെ. എവിടെ ഇങ്ങോട്ട് വരാറുണ്ടല്ലോ ഇങ്ങോട്ട് വന്നത്. ആ, വരുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വായൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോണക്ക്. നീ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ കാത്ത കഴിയും. എന്തിനാ ഇപ്പൊ ഈ നേരത്തെ വന്നിക്കണത്? എന്താണ് എന്നോട് പറയാനുള്ളത്? ഫോൺ അടിച്ചാൽ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചതിന് മറുപടി ഇല്ലേനു. എന്താണ് വിഷയം? എന്താണ് ഇവിടെ ആകെ പ്രശ്നമാണ്. നാത്തൂന് എനിക്ക് ഫോൺ വിളിക്കണമൊക്കെ കണ്ടിക്കണെന്ന് താങ്കളിനോട് പറയും ചെയ്തിക്കണത്. ഇനിയിപ്പൊ എനിക്കൊരു മാർഗമില്ല ഇവിടെ നിന്ന് ഫോൺ വിളിക്കാനൊന്നും. ആരെങ്കിലും വരുമ്പോ നീ വേഗം പോവാൻ നോക്ക്. ഞാൻ അന്നും ശല്യം ചെയ്യേണ്ടി വന്നതല്ല. ഞാൻ നാളെ എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പൊ അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഫോൺ വിളിച്ചത്. എനിക്ക് ഫോൺ എടുക്കണില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും പോയിട്ട് വരാം. അപ്പൊ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടേ വരുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞോടത്തേക്ക് ഇജ്ജ് വരേണ്ടി വരും. പഠിച്ചോനെ, ഞാൻ ഇന്നലെ വാതിലടക്കാതെ കിടന്നത് രാത്രി. എന്ത് വർത്താനം ഇങ്ങനെ കേക്കണു? അപ്പോ ആര് വന്നു? പോ. ആരാണത്? ആരോടെയാണ് പോയത്? ആരുമില്ല. അല്ല, ഈ എന്ത് ഈ നേരത്തെ ഇവിടെ? ഞാൻ വെറുതെ വന്നതാണ്. എന്താ നിങ്ങളെ പ്രശ്നം? ഈ നട്ടപ്പാതിരിക്കോ? സത്യം പറഞ്ഞ ആരോടെയാണ് പോയത്? എന്റെ ആങ്ങളോട് ഞാൻ അത് പറയട്ടെ. ഞാൻ എന്തായാലും കണ്ടിക്കണു ഞാൻ മോനെ. ആരാണെന്നുള്ളത് എനിക്ക് അറിയാത്തുള്ളൂ. പക്ഷെ ഒരാണ് അവിടുന്ന് ഓടിപ്പോണേ ഞാൻ കണ്ടതാണ്. അനക്കളെ ഞാൻ തരടി. നിങ്ങളെ കാര്യം നോക്കിയാൽ മതി. ഇതെങ്ങനെ ഇനി ഓനോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. പഠിച്ചറപ്പേ, എന്തൊക്കെ കാണുന്നത്? ഇക്കറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാകെ സങ്കടമാവില്ല. എന്തായാലും ഇക്കാനോട് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഇത് ഈ നേരത്തൊക്കെ ഞാനോട് പോയി പറയാതെ ഉറപ്പാണ്. ഇന്നത്തോടൊക്കെ തീരുമാനമാവും. ഇവിടെ കൊടുക്ക പോയി ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ ലൈറ്റ് ഇട്ടോ? ഇജ്ജ് പുറത്തുനിന്നായിരുന്നു? ഒന്നുമില്ലക്ക, എന്തോ സൗണ്ട് കേട്ടപ്പളേ ഒന്ന് പുറത്തു പോയി നോക്കിയതാ. എന്തൊച്ചപ്പാട്? അനക്കെന്താ ഇന്നെ വിളിച്ചാല്? അതിന്റെ ആവശ്യമില്ലല്ലോ വിചാരിച്ചു ഞാൻ തന്നെ പോയി നോക്കി. അവിടെ ഒന്നുമില്ല. ഇങ്ങനെ പറക്കണേ? എന്താ എന്റെ മുഖം ഇതായിക്കണല്ലോ? എന്താണ് പ്രശ്നം? എന്താ? എന്ത് ഇക്കൊഴപ്പൊന്നുമില്ലല്ലോ. അത് നിങ്ങൾക്ക് തോന്നുന്നു. ഈ ഉറക്കക്ഷേമത്തിൽ ഇങ്ങനെ നീച്ചപ്പളേ നിങ്ങൾക്ക് തോന്നിയതാ. ഒന്നുമില്ലാന്നോ? എന്താണ് പ്രശ്നം? എന്താ?
അതിക്ക സാജി ഒരു ചെക്കനായിട്ടാണെന്ന് വർത്താനം പറഞ്ഞ് ഞാൻ കണ്ട്. എന്നെ കണ്ടിനോട് കൂടിയിട്ട് ഓനാണ്ട് ഓടി പോവുകയും ചെയ്ത്. ഇവളാകെ അന്തം വിട്ട്. എന്നോട് പറഞ്ഞ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞത്. ഇക്കാകെ കണ്ടപ്പോ തന്നെ എന്റെ കൈയും കാലും വറക്ക. ഇക്ക നമ്മളെ സാജി എന്താ ഇങ്ങനെ? അപ്പൊ ഓൻ്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നതും ചിലപ്പോ ഈ കാരണം കൊണ്ടാണെങ്കിലോ? ആലോചിക്കുമ്പോ തന്നെ എന്തോ പോലെ. ഓൾക്ക് ഞാൻ കൊടുക്കാം. ഓൾ ഇതിനാണ് ഇപ്പൊ ഇവിടെ വന്നിക്കണത്. ഇനി കൂടി നാണം കെട്ടാനാ? അവിടുന്ന് തലും തിരക്കുണ്ടാക്കി പോകുന്നത് ഇതിനാണ്. ഞാൻ ഓൾക്ക് കൊടുക്കാനാണ്. നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നിങ്ങൾ അറിഞ്ഞ ഭാവം തന്നെ നടിക്കണ്ട. എന്താ ചൈക്കോട്ടെ ഇക്ക. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മേത്ത് കേക്കാരോ. ഇജ എന്റെ പണിന്റെ നോക്കിക്കോ. ഷാജി ഷാജ വാതി പറഞ്ഞു ജി. ഞാൻ ചവിട്ടി പൊളിക്കൂത്. എന്താ ഇടടി ലേറ്റ്. എന്താണെന്നോ ഇത് ആരടി ആ രാത്രി വന്നിക്കണ അവിടെ? ആരുടെ വന്നിക്കണത്? ആരും വന്നിട്ടൊന്നുമില്ല. എന്റെ കുടുംബം നോണ അറിയാണ്. ഇജ് എല്ലാം പ്രശ്നം ആ പെണ്ണിന്റെ മേത്ത് കിട്ടിട്ടേ ഇജ് അത് കണ്ടിക്കണേ. ഓൾ എന്നോട് പലപ്പോഴും വന്ന് പറച്ചിലുണ്ട്. ഇജ് ഫോൺ വിളിക്കുന്നത് കണ്ടതും കുറിച്ചൊക്കെ ഓൾ എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ അന്ന് ഇവിടെ വാതിൽ തുറന്നപ്പോ ഇജ് ഫോൺ ഇരിക്കണോ കണ്ടു. അതൊക്കെ മറച്ചു വെച്ചതേ വാണ്ട വെച്ചിട്ടാണ്. പിന്നെ ഈ പേരുള്ള ഒരു പ്രശ്നം വേണ്ട വെച്ചിട്ടാണ്. ഈ രാത്രി ഞാൻ ഇപ്പൊ എന്നെപ്പ ഈ ഇറക്കി വിടുന്നില്ല. ഈ രാത്രി ഞങ്ങളെ രാത്രി ഞങ്ങളെ ഇറക്കി വിട്ടു എന്നുള്ള പരാതി ഇനി എന്റെ മെത്ത് വരണ വിചാരിച്ചിട്ട് നാളെ നേരം വെളുത്താലേ ഈ പെരവുള്ളു കാണരുത്. ഞാൻ എവിടേക്ക് പോവാനാ? ഞാൻ പോവില്ല. ഇത് കൂടെ അവകാശപ്പെട്ടിട്ടുള്ള പെരയാണ്. അങ്ങനെ ഇജ്ജും എന്റെ പെണ്ണുങ്ങളും കൂടെ ഒറ്റയ്ക്ക് ഇവിടെ നിക്കണ്ട. ഇത് എനക്ക് അവകാശപ്പെട്ടെങ്കിൽ പറയണ്ടല്ലോ. എന്ത് മുതൽ എനിക്ക് അവകാശപ്പെട്ടത്? അന്നെ കെട്ടിക്കുമ്പോ നല്ലപോലെ മുതൽ കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ ഇറക്കിക്കുന്നത്. ആ മുതലും മേടിച്ചിട്ട് എവിടേക്കാച്ച പോയിക്കോളുണ്ട്. നാളെ നേരം വെളുത്താലേ ഈ പെരവുള്ള എന്നെ കാണരുത്. എടി ജെങ്കിലും ഒന്ന് പറ. എന്റെ ഇത് തെറ്റ് പറ്റിയതാണ്. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവൂല. സത്യമായിട്ടും എന്റെ പേർക്കൊന്നും ഒന്നിനും ഞാൻ വരൂല. ഞാൻ എവിടേക്ക് പോവാനാ? ഇക്ക വാണ്ടിക്ക ഒരവസരം ഓക്ക് കൊടുക്കാം. ഓള് പറഞ്ഞല്ലോ തെറ്റ് പറ്റിയതാണെന്ന്. നിങ്ങളൊന്നും പറയില്ലേ? ഈ രാത്രി ഇങ്ങനെ പ്രശ്നം നടക്കണത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമല്ലേ? ഇജ്ജ് ഓൾക്ക് വക്കാലത്തിന് ഇജ്ജ് നിൽക്കരുത് കേട്ടല്ലോ. ഓൾക്ക് വക്കാലത്ത് നിൽക്കുന്നുണ്ടെങ്കിലല്ലോ ഇജ്ജെ കയറിപ്പെടുന്ന ഇറങ്ങുക. കയറി പോകുള്ളില് അനക്കെല്ലാം തരാട്ടോ.